വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെ, അതിലൊന്നാണ് കലോത്സവ വേദികളിൽ കിട്ടുന്ന ആ ഒരു ഭക്ഷണം. ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തവർക്ക് അറിയാം ആ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു രുചി, അതൊരു പ്രത്യേക രസമായിരിക്കും അല്ലെ. നമ്മളിങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടും അല്ലെങ്കിൽ അതിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ആശ്വാസമായിട്ട് വരുന്ന നല്ല ഭക്ഷണം, അത് നമുക്കിത് വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഭക്ഷണത്തിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കലോത്സവ വേദിയിലെ ഭക്ഷണം, അപ്പൊ അതെല്ലാ പ്രാവശ്യവും കലോത്സവം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ആ കുന്നംകുളത്ത് നടക്കുന്നത് നമ്മുടെ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലില് ഭക്ഷണം ഒരുക്കുന്നത് കുന്നംകുളം YMCA ഹാളിലാണ്. മധു നന്ദിപുലത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ഊട്ടുപുര ഒരുക്കിയിട്ടുള്ളത്. അവിടെ ദിവസവും ഉച്ചയ്ക്ക് പായസം കൊടുക്കുന്ന ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഊടാണ്. അത് മാത്രമല്ല രാവിലെ പ്രഭാത ഭക്ഷണം, പിന്നെ 11 മണിക്ക് ചായ, അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് വീണ്ടും ചായ, പിന്നെ രാത്രി ഡിന്നർ, ഇങ്ങനെയുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് കലോത്സവ വേദികളിൽ ഇവിടെ എത്തുന്ന കുട്ടികൾക്കായിട്ട് മത്സരാർത്ഥികൾക്കായിട്ട് ഒരുക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഡേയിലെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വേണം. നമുക്കറിയാലേ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ അവിടെ പങ്കെടുക്കാനായിട്ട് വരും. അവരുടെ പാരന്റ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കായിട്ട് ഭക്ഷണം ഒരുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവരിൽ എത്തിക്കാനായിട്ട് ഒരുപാട് പേര് അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരാണ് ഇവിടെ കാണുന്നത്. ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്, ഗൈഡ്സ്, സ്കൗട്ട്, NSS, NCC, അങ്ങനെയുള്ള എല്ലാവരും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുന്നംകുളത്തെ ഈ ഒരു ഭാഗത്തുള്ള ജനപ്രതിനിധികൾ, എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം ഇവിടെയുള്ളവർക്ക് നൽകാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറുണ്ട്, സാമ്പാറുണ്ട്, ഇത് കായ പയറ് ഉപ്പേരി, ബീട്രൂട്ട്, അറിയോ ഇതെന്താന്ന്? അറിയില്ല, വിളമ്പാൻ മാത്രമേ അറിയുള്ളൂ. ബീട്രൂട്ട് കിച്ചടി. ഇതെന്താ അറിയില്ല. വിളമ്പുന്നവർക്ക് ഐറ്റത്തിന്റെ പേര് ചോദിക്കാൻ പാടില്ല, വിളമ്പാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു പരിപ്പ് പൈനാപ്പിൾ കറി അല്ലേ? ഓക്കെ. നെല്ലിക്കച്ചാർ അല്ലേ? ഇതെന്താ? പപ്പടം. അത് ആ കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു മെനു എന്ന് പറയുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസം ഓരോ ഐറ്റംസ് ആണ്. പിന്നെ ഇത് കൂടാതെ പായസം ഉണ്ട് കേട്ടോ. പായസം നമ്മള് ഗോതമ്പ് പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിങ്ങനെ ഓരോ ദിവസവും വേറെ വേറെ പായസമായിട്ട് ഒരുക്കുന്നുണ്ട്. ഈ ഐറ്റംസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും ഇതിന്റെ ടേസ്റ്റ് സൂപ്പർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, കാരണം നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഈ ഒരു കലവറയിലെ ഊട്ടുപുരയിലെ വിശേഷങ്ങൾ കാണാം. അപ്പൊ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഊട്ടുപുരയിലായിരിക്കും. എല്ലാവരുടെയും ഒരു ശ്രദ്ധ അവിടെ പതിയാറുണ്ട് പൊതുവെ. ഇപ്രാവശ്യം ഈ ഒരു കലോത്സവത്തിന് നല്ല സ്വാദൂറും വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് മധുചേട്ടനാണ്. മധുചേട്ടന്റെ ഒരു കലോത്സവ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് അല്ലെ? അല്ലാതെ തന്നെ 35 വർഷത്തോളം അല്ല, റവന്യൂ ജില്ലയിൽ ആദ്യമായിട്ടാണ്. ധാരാളം ഉപജില്ലകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉപജില്ലകൾ ചെയ്തൊരു പരിചയമുണ്ട്. റവന്യൂ ജില്ലയിലേക്ക് ആദ്യത്തെ എൻട്രി. ഒരു 35 വർഷത്തോളമായിട്ട് ഈ ഒരു പാചക രംഗത്തുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ, 35 വർഷത്തോളമായിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തില് ഏകദേശം 18 മുതൽ 24 വരെ കണക്കൂട്ടിയെടുക്കും. അത്ര 24 ഉത്സവം കൂടി ഞാനാണ് ചെയ്തത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ആ ഒരു ഇതിന് വ്യത്യസ്തമായിട്ടാണ് കലോത്സവ വേദി വരുമ്പോ ഇവിടെ വേറൊരു റൊട്ടീനാണ്. ഇവിടുത്തെ റൊട്ടീൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആദ്യ ദിവസമാണ് കലോത്സവം. എന്താ പറയാ, കൂടൽമാണിക്യം ക്ഷേത്രം വെച്ച് നോക്കുമ്പോൾ കലോത്സവം നിസ്സാരാന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കേൾക്കുന്നവർക്ക് നിസ്സാരാന്ന് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് 3000 ആയാലും 30,000 ആയാലും 30 പേർക്കായാലും ഒരേ ടെൻഷനാണ്. കാരണം 30 പേർക്കാണ് കൂടുതൽ ടെൻഷൻ വരിക. കാരണം 30 പേരിൽ 30 തരം പറയും. എല്ലാവരും നമ്മളോട് വന്ന് പറയും. മറ്റത് അങ്ങനെയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. എല്ലാവർക്കും ടെൻഷനൊക്കെ തരാം. നമ്മൾ ദൈവത്തിൻ്റെതാണ്. ആ കയ്യിലൊന്നും മാറിയാൽ എല്ലാം പോയി. നമ്മൾ മാനസികമായിട്ട് സന്തോഷിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് കൺസെപ്റ്റ്. കാരണം സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് അത് ശരിക്കും വരുള്ളൂ. നമ്മൾ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് പാചകം ചെയ്യണം. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ യാതൊരു നീരസങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ടാ വരിക പാചകത്തിന് പോകുമ്പോൾ. പ്രത്യേകം വീട്ടിലാർക്ക് അറിയാം, ഇന്ന് പാചകത്തിന് പോകുമ്പോൾ അവർ യാതൊരു ടെൻഷനും അനുഭവിക്കില്ല. കാരണം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. നമ്മുടെ അളവുകളും കണക്കുകളൊക്കെ വലിയൊരു കൂട്ടം ആളുകൾക്കായിട്ടാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധയും വേണം. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി ഇത്രയും പേരുടെ ഒരുപാട് സമയമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ്. പാടില്ല. എൻ്റെ ഒരു കൺസെപ്റ്റാണ്, അഹങ്കാരം പാടില്ല. ഇത് ദൈവമാണ് എല്ലാം തരുന്നത്, നമ്മളല്ല. അവർ ആ സമയത്ത് തോന്നിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇത്ര ഉപ്പിടാനൊന്നും ഒരു കണക്കില്ല മുളകിനാണ്. അത് നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അത് വരുന്നു ചെയ്യണു. നമ്മൾ ആരായാലും
ഏത് ജോലിയിലായാലും അഹങ്കരിക്കരുത് എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അഹങ്കാരം പാടില്ല ആർക്കും. നമ്മളത് ദൈവത്തിൻ്റെ തന്നെ ഏതൊരു തൊഴിലായാലും അത് കൃത്യമായിട്ട് വന്നാലല്ലേ പറ്റുള്ളൂ. ഞാൻ വലിയവനല്ല, ചെറിയവനാണ്. അതാണ് മധുചേട്ടന്റെ തിയറി. ഇപ്പൊ നമ്മുടെ സഹായത്തിനായിട്ട് ഇവിടെ കലോത്സവ വേദിയിൽ സഹായത്തിനായിട്ട് എത്ര പേരുണ്ട് നമ്മുടെ കൂടെ? ഞങ്ങൾക്കിപ്പോൾ 10 പേരുണ്ട്. ഞാൻ ഇനി 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് പേര് വരും. കുറച്ച് പേര് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് നമ്മുടെ ടീമിലുള്ളവർ. അതുകൊണ്ട് ഇപ്പോൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയായിട്ട് അവർ വരും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് ഒരുക്കുന്നത്. പായസത്തിലാണെങ്കിൽ വെറൈറ്റി. ഇപ്പൊ നമ്മള് ഇത് ഗോതമ്പ് പായസം. ഇന്ന് ഗോതമ്പ് പായസം, നാളെ ഇപ്പം എന്താന്ന് ഒരു സംഘാടക സമിതി പറയണോ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയണ അനുസരിച്ച് നമ്മൾ നീങ്ങും. എന്നും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ പകർന്നു കൊടുക്കാനായിട്ട് മധുചേട്ടൻ ഇവിടെ റെഡിയാണ്. അവര് എങ്ങനെ ഒരു അവസരം തന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമല്ലേ. അത് നമ്മൾ എത്രത്തോളം വലിയവനാണെങ്കിലും അവർ അവസരം തന്നാലാണ് നമുക്കൊരു ഇത് കിട്ടുള്ളൂ, കഴിവുകൾ. അവരൊരു അവസരം തന്നുകൊണ്ട് നമുക്ക് നിങ്ങളെയൊക്കെ കാണാനും ഇവിടെ ഒരു പരിപാടി നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത്രയേ ഉള്ളൂ അതില്. അപ്പൊ അതാണ് എളിമ എന്നുള്ളതാണ് മധുചേട്ടനോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പൊ നല്ല പായസമാണ് ഇപ്പൊ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് ഒരുപാട് പേര് കഴിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. അപ്പൊ നമ്മള് ഒരു കണക്കുണ്ടാവില്ലേ, നമ്മൾ ഒരു ദിവസം ഇത്ര പേര് എന്നൊരു കണക്കുണ്ടാവില്ലേ? ഏകദേശം 4000-4500 പേരാണ് ഇവിടെ പറഞ്ഞത്. അതിനുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. അതിപ്പോ ഇന്നത്തെ കണക്കാണ്. നാളെ അവധിയാണ്. വ്യാഴാഴ്ച അതിൽ കൂടുന്നതാണ് പറഞ്ഞത്. പക്ഷേ അത് തലേദിവസം പറയും നമ്മളോട്, ഇത്ര പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുക. നമ്മൾ പറയുന്നതിൽ കുറച്ചുകൂടി ഇൻക്രീസ് കുറച്ച് കൂട്ടി. കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ലല്ലോ, ഭക്ഷണമല്ലേ, അത് ഒരാൾ കഴിക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കൂട്ടിയാണ് നമ്മൾ കാണുക. ഇന്ന് ഏകദേശം ഇത്രയാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കാം. ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അവരുടെ മുഖത്ത് കാണാൻ പറ്റും. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ മധുചേട്ടൻ തന്നെ നേരിട്ട് അറിയാലോ ഇവിടെ നമ്മുടെ ഭക്ഷണം എത്രത്തോളം നന്നായി എന്നുള്ളത്. അവര് മുഖത്ത് പറയും. അവര് അത് മനസ്സും വയറൊന്നും അറിയാന്നാണ് പറയാ ഭക്ഷണം കഴിച്ചാൽ. അത് പണ്ട് സിനിമയിലെ ഒരു ഡയലോഗ് അല്ല, ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റാണ്. കാരണം വയറ് നിറഞ്ഞോട് മാത്രം കാര്യമില്ല, അവൻ്റെ മനസ്സെന്ന് അറിയണം. ഓ നല്ല ഭക്ഷണം തോന്നണം, എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പൊ അതാണ് വയറും മനസ്സും നിറയ്ക്കാനായിട്ട് നല്ല രുചിയൂറും ഭക്ഷണമാണ് കലവറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നല്ല ഗോതമ്പ് പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. കുടിക്കുമ്പോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി പായസങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതാണ് ഈ കുന്നംകുളത്തെ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത, അല്ലേ മധുവേട്ടാ? മധുവേട്ടന് പൊതുവെ ഏത് പായസം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അടപ്രഥമൻ ആണ് എൻ്റെ. ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടം എന്ന് പറയാറ്. പക്ഷെ എല്ലാ പായസവും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ്, പഴം, അവില്, എല്ലാ പായസവും ഉണ്ടാക്കാറുണ്ട്. ഒരുവിധം എന്താ പറയുക, പണ്ട് അമ്മാവൻ പാചകക്കാരനാണ്. അമ്മാവൻ പറയും വെള്ളാരങ്കല്ല് കിട്ടിയാലും പായസമാക്കാന്നാ പറയാ. അത് പാലിലിട്ട് കുറിക്കിയാൽ അതും പായസം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ പായസം എന്തുകൊണ്ടും പായസം ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെയാണ് പായസ വിശേഷങ്ങൾ. അതിന്റെ ഒരു ഗ്ലാസ് പായസം കുടിച്ചു കഴിഞ്ഞു ഗ്യാസില്. നല്ല സൂപ്പർ പായസമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൂടെ ഈ ഒരു ഫുഡ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഉള്ളത്. എന്താ മാസ്റ്റർ പേര്? ചെയർമാനാണ് ബിജു സി ബേബി, കൗൺസിലറാണ്. ഇത് കൺവീനർ സുഹൈർ. അപ്പം ഞങ്ങൾ ഈ കലാമേള എന്ന് പറഞ്ഞാൽ 2017 ശേഷം ജില്ലാ കലാമേള വീണ്ടും ഇവിടെ കുന്നംകുളത്ത് വരികയാണ്. ഒരു കലാമേളയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. ആ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചാലേ കുട്ടികൾക്ക് കലാപരമായിട്ട് എനർജറ്റിക് ആവാൻ പറ്റുമോ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മാർച്ചും അവരുടെ KPST എന്നുള്ള സംഘടനയും നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഭംഗിയായിട്ട് നടത്താൻ പറ്റിയത്. പ്രത്യേകിച്ച് കുന്നംകുളത്ത് അത് ഒരു ഹരിത ചട്ടങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പാലിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ പായസം കൊടുക്കാൻ തീരുമാനമുണ്ട്. സാധാരണ ഒരു ദിവസം അവസാനത്തെ ദിവസമൊക്കെയാണ് പായസം കൊടുക്കുക. അതിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും പായസം കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ നിർബന്ധമാണ്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല ആരോഗ്യത്തോടു കൂടി കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ കാഴ്ചവെക്കാനുള്ളൊരു അവസരം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. അത് മധു നന്ദിപുരം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അദ്ദേഹമാണ് ഇത് വെക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം. എന്ത് ചെയ്താലും നന്നാവുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് സൃഷ്ടിച്ചു. അതിന് മഴയാണ് ഞങ്ങൾക്ക് ചെറിയൊരു തടസ്സമായിട്ട് വന്നത്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുള്ള ഷെഡ് ഇപ്പോൾ 10,450 സ്ക്വയർ ഫീറ്റിൽ പന്തലിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഷമമായിട്ടുള്ളൊരു കാര്യം. എന്നിരുന്നാലും നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തോട് മഴ മാറുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. അപ്പൊ
അപ്പൊ പൊതുവെ ഭക്ഷണത്തിനെ പറ്റി ആളുകളുടെ അഭിപ്രായം എന്താ? അത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, പ്രത്യേകമായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നൊരു ഭക്ഷണം അത് പൊതുവേ വളരെ ഈ ടെൻഷനോട് കൂടിയിട്ടാണ് കുട്ടികൾ ഈ ഭക്ഷണപ്പുരയ്ക്ക് വരിക. കാരണം അവരുടെ മത്സരങ്ങൾ, അതിൻ്റെ ഒരു ടെൻഷൻ, സബ് ജില്ലയിലൊക്കെ വളരെ വാശിയോടുകൂടി മത്സരിച്ച് ജില്ലയിലെത്തുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് ആ ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അഭിപ്രായം എടുത്തിടത്തോളം എല്ലാ ആളുകളും വളരെ നല്ല അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ തന്നെ നേരിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് നമ്മുടെ മുമ്പിൽ. കാരണം 5000-ലധികം വരുന്ന കുട്ടികൾക്ക് ഓരോ ദിവസം ഭക്ഷണം കൊടുക്കുക, അതും പായസത്തോടു കൂടി കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മനസ്സ് നിറയ്ക്കുക എന്നുള്ളതാണ്. മധുചേട്ടനും ഞങ്ങളുടെ ചെയർമാൻ ബിജുവേട്ടനൊക്കെ പറഞ്ഞ പോലെ കുട്ടികളുടെ വയറ് നിറയ്ക്കുന്നതിനൊക്കെ ഒപ്പം തന്നെ അവരുടെ മനസ്സുകൂടി നിറയ്ക്കുക എന്നുള്ളതാണ്. ഭക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കമ്മിറ്റി കൂടിയാണല്ലോ ഭക്ഷണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കുന്നംകുളത്ത് ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളുടെയും കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും മറ്റ് ഒരുപാട് സബ് കമ്മിറ്റികളുടെ ആശ്രയിച്ചിട്ടും സഹകരിച്ചിട്ടുമാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടുത്തെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആണെങ്കിലും വെള്ളത്തിനുള്ള കണക്ഷൻ നമുക്ക് വാട്ടർ അതോറിറ്റിയാണ് തന്നത്. അതുപോലെ തന്നെ AEO, ഇവിടുത്തെ MLA ഉൾപ്പെടെ എല്ലാ ആളുകളും വളരെയധികം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾക്കൂടെയൊക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ കിച്ചണൊക്കെ വളരെ നീറ്റായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കുട്ടികൾക്ക് ഫുഡ് സേഫ്റ്റി ക്യാപ്പൊക്കെ ധരിപ്പിച്ച് വളരെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ നല്ല രീതിക്ക് നടത്താൻ പറ്റണം. മഴ ഒരു വില്ലനായിട്ട് മാറരുത് എന്നുള്ളത് മാത്രമാണ്. കാരണം തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് 3600 സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു പന്തലിട്ടു. പക്ഷെ ആ പന്തൽ നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. നമ്മൾ കൈ കഴുകുന്നിടത്ത് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് മഴ വരുന്ന സമയത്ത് ഒരു പന്തലിട്ടതാണത്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴ കൂടി ഒന്ന് വിട്ടു നിന്ന് കുറച്ചുകൂടി നല്ല ഒരു കളർഫുള്ളായിട്ട് ഇത് മാറട്ടെ. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂടെ ഒന്ന് നേരുന്നു. എൻ്റെ പേര് സുഹൈർ. ഇത് നമ്മൾ ഓരോ കമ്മിറ്റികൾ ഓരോ സംഘടനാ തലത്തിലുള്ള വീതം വെപ്പാണ് വരിക. KPST എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ഫുഡ് കമ്മിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അധ്യാപകർ നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ജനപ്രതിനിധികൾ, കൗൺസിലർമാരായിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. BEd സ്റ്റുഡൻസ് നമുക്കിവിടെ സഹായത്തിന് വേണ്ടിയിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയുടെ ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേരുടെ സഹകരണം കൊണ്ട് മാത്രം നമുക്കിത് ഇത്രയും ദിവസം ഇത്രയും പേരെ ഇവിടെ എത്തുന്നതാണല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞങ്ങളിത് മറ്റുള്ളവരുടെ മനസ്സും വയറ് നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് അത് കണ്ട് ആ സന്തോഷത്തിൽ വയറ് നിറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്കിനി ഭക്ഷണം കഴിക്കുന്നവരുടെ അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചറിയാം അല്ലെ. അപ്പൊ ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ഇടയിൽ വന്ന് നമുക്ക് ചോദിക്കാം. ഇവരുടെ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറെ പേരുടെ. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാലോ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ടാ? അടിപൊളി, നല്ല ഫുഡാണ്. നല്ല ഫുഡാ. പായസമൊക്കെ കുടിച്ചോ? കുടിച്ചല്ലേ, കുടിക്കാൻ പോണേ. കഴിഞ്ഞിരിക്കുകയാണ്, ഇനി പായസം പോയി കുടിക്കണം അല്ലേ. ഈ കഴിച്ച ഐറ്റംസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടോ? പിന്നെ പൊളിസാനം, അടിപൊളിയായിരുന്നു. കഴിച്ച ഫുഡൊക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് അതുവരെ പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാല്ലേ, ഫുൾ കഴിച്ചിട്ടുണ്ട്. ടീച്ചർ നല്ല തിരക്കിലായി ആണെന്ന് അറിയാം. എന്നാലും ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നിപ്പോ ആദ്യത്തെ ദിവസം തന്നെയാണ്, ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു, ഇനി വരാനിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു തിരക്ക്? ഞങ്ങൾ ആസ്വദിക്കുകയാണ് ശരിക്കും ഈ തിരക്കിനെ. കാരണം ചില മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പാന്നുള്ളത് ഏറ്റവും ഒരു പുണ്യകർമ്മമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഒത്തൊരുമിച്ച ടീമായിട്ട് ഞങ്ങൾ അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും ഒത്തുചേർന്നാണ് ഭക്ഷണം വിളമ്പുന്ന കാര്യങ്ങളിലൊക്കെ. നമ്മുടെ കുന്നംകുളത്ത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നല്ല രീതിയിൽ നടക്കാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യ ദിവസം എന്താ പറയാനുള്ളത്? എന്ത് തോന്നുന്നു? ഈ ഒരു യൂത്ത് ഫെസ്റ്റിവൽ എങ്ങനെ പോകുന്നു? ആദ്യ ദിവസം തന്നെ കലോത്സവം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ മഴ നമ്മളെന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. മഴ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇനിയും ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട്. വേദികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കലോത്സവം നടന്നു പോകുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ജനങ്ങളുടെ കുട്ടികളുടെ നല്ല പ്രാതിനിധ്യമുണ്ട്. വിഷയം എന്താണെങ്കിൽ ഈ സ്കൂളുകൾ തമ്മിലുള്ള അകലം, ഇപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ പല സ്കൂളുകളാണല്ലോ, ആ അകലം കുട്ടികളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിലും കൂടി വണ്ടികൾക്ക് സമയത്ത് എത്താനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇതിൽ കാണുന്നുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഈ മഴ എന്തായാലും നാളേക്ക് ഒന്നും കൂടി ഇന്നത്തെ പോരായ്മ മനസ്സിലാക്കി നാളേക്ക് അതൊന്നും കൂടി ഭംഗിയാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇന്നത്തെ ഭക്ഷണത്തിനെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടു. അപ്പൊ ഇനി കഴിക്കാതെ എങ്ങനെയാ? എന്നാ ഒന്ന് കഴിച്ചാലോ? കുറച്ച് മതി. എന്താ പേര്? ശ്രീരി. ഏത് സ്കൂളിലാ? കോൺകോട്. എങ്ങനെയുണ്ട്? ആൾക്കാർ കുറെ പേര് വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ? അത്യാവശ്യം പേര് വരുന്നുണ്ട്.
സാമ്പാർ തരുന്ന കുട്ടിയുടെ പേരെന്താ? ശ്രീരാജ് ശ്രീരാജ് ഏത് ക്ലാസ്സിലാ? 7th ഏത് സ്കൂളാ? കോൺകോട്. എങ്ങനെയാ ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ ഇഷ്ടാണോ? ആ ഇഷ്ടാണല്ലേ? കലോത്സവം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അല്ല അത്യാവശ്യമുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ നമ്മൾ കലോത്സവം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയല്ലേ, ഒരുപാട് പേര് വരും. അപ്പോൾ B.Ed ആണ് ചെയ്യണേ അല്ലേ? നിങ്ങള് കോളേജിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? ഞങ്ങൾ 6 പേര്. ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇനി നമ്മൾ സ്കൂളിൽ ജോലി ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പൊ ഈ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമുക്ക് എപ്പോഴും വേണം. അപ്പൊ ഈ ഒരു ഊട്ടുപുരയില് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടോ? ആ കുറെയൊക്കെ നടക്കുന്നുണ്ട്. നല്ല വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹൃദ്യ, കാമില, രേവതി, ജോബിൻ, മുബഷിറ. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ ഒരു കലോത്സവത്തിന് വന്നിട്ട് ഈ ഊട്ടുപുരയിലുള്ള ഈ ഒരു ഡ്യൂട്ടി അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ചെയ്യാണോ? അതെ അതെ അതെ. രസമുണ്ട്. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ പ്ലേറ്റിൽ റെഡിയാണ്. ഇനി പായസം കൂടി എടുക്കാനുള്ളൂ. അപ്പൊ നമുക്കിനി ഇത് കഴിച്ച് എൻജോയ് ചെയ്യാം ബാക്കി കലോത്സവം.